അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല ഖുർആനൻ അറബിയ്യൻ തിബിയാനൻ വതഫ്സീലൻ ലികുല്ലി ശൈഇൻ വഹുദൻ വബുശ്റാ ലിൽമുസ്ലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن، وهي تحت إشراف فهم القرآن على أيسر طريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഭാഗവാക്കാകുമ്പോൾ, അതേസമയം നാം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന മാലാഖമാർ, മലക്കുകൾ ഉണ്ട്. അതേസമയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കുന്നു, നമ്മുടെ മേൽ ശാന്തി വർഷിക്കുന്നു, കാരുണ്യം കൊണ്ട് നമ്മെ വലയം ചെയ്യുന്നു. അങ്ങനെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അത് കബൂൽ ചെയ്യട്ടെ. നാം മുഖേന നമ്മുടെ മാതാപിതാക്കൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി തരുന്ന എല്ലാവർക്കും നമുക്ക് പ്രത്യേകമായ ഇളവും ആനുകൂല്യങ്ങളും ഒക്കെ ചെയ്തു തരുന്ന, നമ്മുടെ പണി ഇതേ സമയത്ത് ചെയ്യുന്ന മറ്റ് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെല്ലാം നമ്മെ ഇതിലേക്ക് സഹായിക്കുകയാണ്. അവർക്കെല്ലാം അല്ലാഹ് അനുഗ്രഹം നൽകട്ടെ. നമുക്കിവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. വൈദ്യുത പ്രവാഹം നിലച്ചിരിക്കുന്നതുകൊണ്ട് കൃത്രിമ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിൻ്റെതായ തടസ്സം പ്രകാശത്തിലും അതേപോലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വൈകിയാണെങ്കിലും ഇതിന്റെ വാക്കർത്ഥം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് യഥാസമയം തന്നെ നമുക്ക് ഒരുമിച്ച് വായിച്ച് പോകാം. 28 മുതൽ 35 വരെയുള്ള സൂക്തങ്ങളാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ ബദാ ലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബ്ലു വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു ولو ردوا لعادوا لما نهوا عنه وإنهم لكاذبون وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون ولقد كذبت رسل من قبلك فصبروا على ما كذبوا وأوذوا حتى أتاهم نصرنا
ولا مبدل لكلمات الله ولقد جاءك من نبأ المرسلين وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية ولو شاء الله لجمعهم على الهدى فلا تكونن من الجاهلين. ഇവിടെ സത്യനിഷേധികളുടെ പൊതുവിലുള്ള അവസ്ഥകൾ പറഞ്ഞു വരികയാണ്. കൂട്ടത്തിൽ പറയുകയാണ് ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ. അവരെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവിടെ നിർത്തുന്ന അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ താങ്കൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന അവസ്ഥ എന്നാണ് പറഞ്ഞ അവസാനം പറഞ്ഞത്. നിങ്ങളുടെ പങ്കാളികൾ എവിടെയാണ്, എവിടെ നിങ്ങളുടെ പങ്കാളികൾ, നിങ്ങളെ ഇപ്പോൾ അവർ രക്ഷിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭം പറഞ്ഞു. പിന്നീട് പറയുകയാണ് ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ. അഖ്ഫ യുഖ്ഫി ഗോപ്യമാക്കി, ഖഫിയ യഖ്ഫ ഗോപ്യമായി. ഖഫിയയുടെ ട്രാൻസിറ്റീവ് ഫോമാണ് അഖ്ഫ. ഖഫിയ ഗോപ്യമായി, അഖ്ഫ ഗോപ്യമാക്കി. നസല അൻസല പോലെ. മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ, എന്താണോ അവർ മറച്ചു വെച്ചിരുന്നത്, എന്താണ് അവർ മറയ്ക്കാൻ ശ്രമിച്ചിരുന്നത്, അവർ മറച്ചതുകൊണ്ട് മറയുകയില്ല. അപ്പൊ എന്താണോ അവർ മറയ്ക്കാൻ ശ്രമിച്ചിരുന്നത് അതെന്തായി, ഇപ്പോൾ വെളിവായി ഖിയാമത്ത് നാൾ വരുമ്പോ. ബദലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ. മിൻ ഖബലു, മിൻ ഖബലി എന്നല്ല പറഞ്ഞത്, മിൻ ഖബലു. മുമ്പ് നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഖബലിന് ശേഷം വേറെ ഒന്ന് വരുന്നുണ്ട്. മിൻ ഖബലിയൻ യഅ്തിയഹും എന്ന് വരുമ്പോഴും എന്താണ്, അങ്ങനെ അവർക്ക് വരുന്നതിന് മുമ്പ്. അപ്പൊ എന്തെങ്കിലും ഒന്നിന്റെ മുമ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കബിലി എന്നായിരിക്കും വരിക. അപ്പൊ അതായത് കബലിന് ശേഷം വേറെ ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കബിലി എന്നായിരിക്കും. അല്ല, ഇളാഫത്ത് ചെയ്യാതെ സ്വതന്ത്രമായിട്ട് മുമ്പ് തന്നെ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ മിൻ കബിലു എന്നായിരിക്കും വരിക. ബദ എന്ന് പറഞ്ഞ ബദ, ബദ യബദു വെളിവായി. ബദ യബദു വെളിവായി. നേരത്തെ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേർഡ്സിൽ എഴുതിയെന്ന്, പക്ഷെ അത് വായിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി എഴുതി, അപ്പൊ നേരത്തെ വന്നിട്ടുണ്ടാകും അത്, അതുകൊണ്ടാണ്. നേരത്തെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ബദ യബദു വന്നിട്ടുണ്ടാവും. ബദ വെളിവായി, അബദ വെളിവാക്കി. ബദ യബദു അലിഫിട്ടിരിക്കുമ്പോ മുളാരി എന്തായിരിക്കും, വാവിലായിരിക്കും. ബദ യബദു വെളിവായി. അത് അബദയാണെങ്കിൽ വെളിവാക്കി, അബദ ഇബദി വെളിവാക്കി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോം നേരത്തെ വന്നിട്ടുണ്ടാവും. ഒന്നുകിൽ അബദ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബദ വന്നിട്ടുണ്ടാകും. ഇനി ബദയുടെ ശേഷം ഒരു ഹംസ് ഇട്ടിട്ട് വേറെ അക്ഷരമാണെങ്കിൽ ബദ ആണെങ്കിൽ ആരംഭിച്ചു. ഇവിടെ ബദ യബദു അലിഫാണ്. ഹംസ ആണെങ്കിൽ ബദ ആണെങ്കിൽ ആരംഭിച്ചു. അത് ഞാനിങ്ങനെ അത് ആലോചിച്ചിരുന്നു. അങ്ങനെ ബദ ഹംസ ആണെങ്കിൽ അക്ഷരം വേറെയാണ്. ബദ എന്ന് പറയുമ്പോൾ ഇവിടെ അലിഫാണ്. അലിഫും ഹംസും വേറെയാണല്ലോ. മറ്റേത് എന്താണ്, ബേസിക് ലെറ്റർ ആണ് ബദ. അപ്പൊ ആരംഭിച്ചു, ബദ വെളിവായി. അത് ബദത്തിൽ ബഗ്ദാഉ എന്നൊക്കെ പറഞ്ഞില്ലേ, കോപം വെളിവായി. അപ്പൊ ആലിമ്രാനിൽ അത് വന്നിട്ടുണ്ട്. അത് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിം എന്ന് പറയുമ്പോൾ അത് ആലിമ്രാനിൽ വന്ന പദമാണ്. ബദലഹും മാ കാനൂ യഖ്ഫൂന മിൻ ഖബ്ലു വലൗ റുദ്ദു ലആദു. അപ്പോ ഞങ്ങളെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പ്രവർത്തിച്ചതല്ലാത്ത പ്രവർത്തനം ചെയ്യാമായിരുന്നല്ലോ എന്ന് അവര് വിലപിക്കുന്ന സന്ദർഭമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അപ്പോ പറയുകയാണ് വലൗ റുദ്ദു ലആദു. ഇനി വലൗ റുദ്ദു, റുദ്ദ എന്നത്
റുദ്ദ മജ്ഹൂലാണ്. അതിന്റെ മഅറൂഫ് റദ്ദ. റദ്ദ റുദ്ദു മടക്കി, റുദ്ദ മടക്കപ്പെട്ടു, റുദ്ദ യുറദ്ദു, റുദ്ദ മടക്കപ്പെട്ടു, അത് വരുമ്പോ യുറദ്ദു, റുദ്ദ റുദ്ദു, അവർ മടക്കപ്പെട്ടു. അപ്പൊ മജ്ഹൂലായിട്ട് വരുന്ന പ്രയോഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തെഴുതി പ്രാക്ടീസ് ചെയ്യണം. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പല റുദ്ദു ലആദു, ഞങ്ങളെ മടക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മടക്കിയാൽ തന്നെയാണ് അവസ്ഥ. ഇതൊന്നും നേരത്തെ അറിയാഞ്ഞിട്ടല്ലല്ലോ. യഥാർത്ഥത്തിൽ അവർ മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഖിയാമത്ത് ഇതൊരു വിചാരണ വരും. ഒരു വിചാരണ വരും. അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. ഒരു സൃഷ്ടാവുണ്ട്, അവന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യം പൊതുവിൽ ജനങ്ങൾക്ക് ബോധമുള്ളതാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, അവരതിനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ മാറ്റുന്നില്ല. ഇനി അവര് മടക്കപ്പെട്ടാൽ, ഞങ്ങളെ മടക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മടക്കപ്പെട്ടാൽ എന്നാണ് അവസ്ഥ? അലോ റുദ്ദു, മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലആദു, അവർ മടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ചെയ്ത പ്രവൃത്തിയിലേക്ക് അവർ മടങ്ങുമായിരുന്നു. ആദ് മടങ്ങി. വലോ റുദ്ദു, അവർ മടക്കപ്പെട്ടാൽ ലആദു, അവർ വീണ്ടും ആവർത്തിക്കും. ലിമാനുഹു, എന്താണോ അവർ. അപ്പം നഹ എൻഹ അതിവിടെ തന്നിട്ടുണ്ട്. നഹായുടെ കർമ്മണി പ്രയോഗമാണ് നുഹിയ. നഹ എന്ന് പറയുമ്പം ഹദ എന്ന് പോലുള്ള യായാണ് അലിഫാൻ ഇടുന്നതെങ്കിൽ അവിടെ കർമ്മണി പ്രയോഗം വരുമ്പോൾ അവിടെ യാ ആയിട്ടാണ് വരിക. ഹദ എന്നത് ഹുദിയ, അപ്പൊ നഹ എന്നത് നുഹിയ എന്നാണ് വരിക. നേരത്തെ പറഞ്ഞ പോലെ കർമ്മണി പ്രയോഗം എടുത്തെഴുതി പ്രാക്ടീസ് ചെയ്യണം. നഹ നുഹിയ, നുഹിയ വന്നിട്ട് നുഹിയ നുഹു എന്നാണ് വരിക. നുഹിയ അവിടെ നിന്ന് അടുത്ത രൂപം വരുമ്പോ നുഹു. ഹദ ഹദൗ എന്ന് പറയുന്ന പോലെ നുഹിയ നുഹു. ലിമ നുഹു അൻഹു, എന്തൊന്നാണോ അവർക്ക് വിലക്കപ്പെട്ടത് അതിലേക്ക് അവർ മടങ്ങും. ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവർ കള്ളവാദികളാണ്. അവർ നുണയന്മാരാണ്. അവർ പറയുന്നത് വെറുതെ പറയുകയാണ്, കള്ളം പറയുകയാണ്. അവർ നിങ്ങൾ മടങ്ങും, ഞങ്ങൾ നന്നായിട്ട് ചെയ്തോളാം, നല്ല പ്രവൃത്തി ചെയ്തോളാം എന്നൊക്കെ പറയുന്നത് വെറുതെ കള്ളം പറയാണ്. വഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, വഖാലു, അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ വഖാലു ഫി ഹയാതി ദുനിയ, ഭൂമിയിലുണ്ടായിരുന്ന ജീവിതത്തിൽ അവർ പറഞ്ഞു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ. ഇൻ ഹിയ, അപ്പൊ ഇതെന്താണ്? ഇൻ എന്നത് നെഗറ്റീവ് ഇന്നാണ്, ഷർട്ടിയ ഇന്നല്ല. അപ്പൊ ഇന്നിന് ശേഷം ഇല്ല വരുന്നിടത്തൊക്കെയും എന്താണ്? ഡബിൾ നെഗറ്റീവ് ആണ്. ഇന്നിന് ശേഷം ഇല്ല വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇന്നെന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഇൻ ഹിയ, ഇതല്ല, അല്ലെങ്കിൽ അതല്ല. ഇല്ല ഹയാത്തുന ദുനിയ, ഞങ്ങളുടെ ഈ ദുനിയവിയായാലോ ജീവിതം. ഇല്ല ഹയാത്തുന ദുനിയ, ഇതൊരു ഈ ജീവിതം ഇത് ഹയാത്തു ദുനിയ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം മാത്രമാണ്. ഞങ്ങളുടെ ജീവിതം ഈ ലോക ജീവിതം മാത്രമാണ്. വമാ നഹ്നു ബിമബ്ഊസീൻ, ഞങ്ങൾ മബ്ഊസ് അല്ല. ബാഇസ് മബ്ഊസ്, ബാഇസ് പുനരുജ്ജീവിപ്പിച്ചു. മബ്ഊസ് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവൻ, മബ്ഊസീൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവർ. വമാ നഹ്നു ബിമബ്ഊസീൻ. അപ്പൊ മാ എന്താണ്? ലൈസയുടെ അർത്ഥത്തിലുള്ള മായ. മായ്ക്ക് ശേഷം ബി വരുന്ന പ്രയോഗം വരുമ്പോൾ അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ വരുമ്പോ എന്താണ്? മാ ലൈസയുടെ അർത്ഥത്തിലുള്ള. അപ്പം രണ്ട് ഘടകം ഉണ്ടാവും. മാനഹനു, ഞങ്ങളല്ല. എന്തല്ല? മബ്ഊസീനല്ല, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരല്ല. വലൗ തറ ഇദ് വഖിഫു, ലൗ തറ, നീ കണ്ടിരുന്നെങ്കിൽ. ഇദ് വഖിഫു, അവർ വഖഫ നിന്നു, വഖിഫ നിർത്തപ്പെട്ടു. ഇദ് വഖിഫു അലാ റബ്ബിഹിം, അവർ റബ്ബിന്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ അതൊരു കാഴ്ചയായിരിക്കും. നീ ഒരു കാണേണ്ട കാഴ്ചയാണ് എന്നാണ് അവിടെ പറഞ്ഞ് ചീമിട്ട് നിർത്തുകയാണ്. അവിടെ സെനൻസ് തീർന്നു. നീ ഇത് കണ്ടിരുന്നെങ്കിൽ അതൊരു നൃത്തമായിരുന്നു, നീ ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും എന്നാണ്. കാല, എന്നിട്ട് റബ്ബ് ചോദിക്കും അവരോട്. റബ്ബ് പറയുന്ന സന്ദർഭം പറഞ്ഞു. അങ്ങനെ പറയുകയും ഇത് വഖിഫു, അവർ നിർത്തപ്പെടും എന്ന് പറഞ്ഞാൽ
ഭാവിയിൽ നടക്കുന്നതാണ്. മജ്ഹൂലായിട്ട് മാളിയായിട്ടാണ് പറഞ്ഞത്. മാളിയുടെ മജ്ഹൂലാണ്, നടന്ന് കഴിഞ്ഞ കാര്യത്തിന്റെ മജ്ഹൂലാണ്. അപ്പോ എന്തായി, ഒന്ന് ഉറപ്പായിട്ടും ഇത് സംഭവിക്കും, രണ്ട് നടക്കാൻ പോകുന്നതാണ്, അത് മാളിയായിട്ട് പറഞ്ഞതാണ്. ഉറപ്പായിട്ടും അത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി. കാല, അന്നേരം റബ്ബ് പറയും, അലൈസ ഹാദാ ബിൽ ഹഖ്, റബ്ബ് ചോദിക്കും, അലൈസ ഹാദാ ബിൽ ഹഖ്, ബിൽ ഹഖ്, ഇത് യാഥാർത്ഥ്യമല്ലേ? ഇതൊരു മായയാണോ, മായാജാലമാണോ? ഇതൊരു മായയാണോ, അല്ല ഇത് യാഥാർത്ഥ്യമാണോ? അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് യാഥാർത്ഥ്യം തന്നെയല്ലേ? കാലു ബല, അവർ പറയും. കാലു, അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ പറയും, ബല, ഓഫ് കോഴ്സ്, തീർച്ചയായും. റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അപ്പൊ ഇവിടെ അലൈസ കൊണ്ടാണ് ചോദിക്കുന്നത്, നെഗറ്റീവായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ നെഗറ്റീവായിട്ട് ചോദിക്കുന്നത് ഉത്തരം യഥാർത്ഥത്തിൽ നടക്കും പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ബല ഉപയോഗിച്ചിട്ടാണ് മറുപടി പറയുക, നഅം എന്നല്ല മറുപടി പറയുക. പോസിറ്റീവ് കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ, പോസിറ്റീവായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ, ആ ഹാദാ ബി ഹഖ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നഅം എന്നാണ് മറുപടി പറയുക, ഹക്കാണെങ്കിൽ. കാല അലൈസ ഹാദാ ബി ഹഖ്, അപ്പൊ ഇത് സത്യം തന്നെയല്ലേ? നെഗറ്റീവായിട്ടാണ് ചോദ്യം. സത്യം തന്നെയല്ലേ എന്ന നെഗറ്റീവ് ഉപയോഗിച്ച് ചോദിച്ചാൽ അത് സത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ബല എന്നാണ് മറുപടി പറയുക, നഅം എന്നല്ല മറുപടി പറയുക. ഖാലു ബല വറബ്ബിന, അപ്പൊ ഞങ്ങൾ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് നിത്യയൊന്നുമല്ല, സുവ്യക്തമായ സംഭവം തന്നെ, ഹഖ് തന്നെയാണ്. ഖാല ഫദൂഖുൽ അദാബ്, അപ്പൊ റബ്ബ് പറയും, ദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊടുക്കുക, അല്ല അദാബ്, ശിക്ഷ ആസ്വദിച്ചു. ബിമാ കുന്തും തക്ഫുറൂൻ, ബിമാ കുന്തും, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം, കാന ആയിരുന്നു, ആയിക്കൊണ്ടേയിരുന്നു, കുന്തും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നതിന് കാരണം, ചെയ്തുകൊണ്ടിരുന്നത് കാരണം, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? തക്ഫുറൂൻ, കുഫ്ർ ചെയ്തുകൊണ്ടേയിരുന്നു. സത്യനിഷേധം, നന്ദികേട്, മറച്ചു വയ്ക്കൽ ചെയ്തുകൊണ്ടേയിരുന്നത് കാരണം നിങ്ങൾ അതിന്റെ ശിക്ഷ അങ്ങോട്ട് ആസ്വദിച്ചു. ഖദ് ഖസറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാ, ഖദ് ഖസറ, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഖസറ എന്ന വാക്കാണ് അള്ളാഹ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ഖസറ, അവർ കച്ചവടക്കാരാണ്. അധികവും എന്താണ്, ഖുറൈശികൾ അധികവും കച്ചവടക്കാരാണ്. അപ്പൊ കച്ചവടത്തിൽ ഖസറ, നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ലാഭവും പോയി മുതലും പോയ അവസ്ഥയിലാണ്. ഖസറ അല്ലദീന കസ്സബൂ ബിലിഖാഇല്ലാ, അവർ കളവാക്കി. എന്തിനെ കളവാക്കി? ലിഖാഇല്ല, അള്ളയെ കണ്ടുമുട്ടും എന്നതിനെ. ലിഖാഇന്റെ മാളി എന്താണ്? ലാഖാ യുലാഖി, ലഖിയ കണ്ടുമുട്ടി, ലിഖാ കണ്ടുമുട്ടൽ. ലഖിയുടെ ക്രിയാധാതമാണ് ലിഖാ. ബിലിഖാ ഇല്ല, അള്ളയെ കണ്ടുമുട്ടും എന്നതിനെ അവർ നിഷേധിച്ചത് കാരണം, കസ്സബൂ അല്ലദീന കസ്സബൂ, നിഷേധിച്ചവർ, അള്ളയെ കണ്ടുമുട്ടും എന്നതിനെ നിഷേധിച്ചവർ നഷ്ടത്തിലായിരുന്നു. അത് ഖസിറ. ഇത് ഖുർആൻ വരച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ഖുർആൻ അവകാശപ്പെടുന്ന നടക്കാൻ സംഭവം പോകുന്നു എന്ന് പറഞ്ഞ സംഭവം ഉറപ്പായി നടക്കും എന്നതിനെ തെളിയിക്കുന്ന ന്യായീകരണങ്ങളാണ്. കാരണം എന്താണ്, ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന മാളിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ വിചാരണ നടക്കും, പുനരുദ്ധാനം നടക്കും, ഖിയാമത്ത് നാളുണ്ട്, മറ്റൊരു ജീവിതമുണ്ട് എന്നൊക്കെ എന്ന ഖുർആൻ പറയുന്നതിന് യാഥാർത്ഥ്യം ആണ് എന്നതിന് വ്യത്യസ്ത തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും ഖുർആൻ എടുത്ത് വെച്ചു. അതിലൊരു പ്രയോഗമാണിത്. അത് ഖസറല്ലദീന കസ്സബൂ ബിലിഖാഇല്ല ഹത്താ ഇദാ ജാഅത്ഹുമുസ് സാഅ, അങ്ങനെ അവരുടെ അടുക്കൽ, ഹത്താ എന്ന് പറഞ്ഞാൽ വരെ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും, അതാ, അല്ലെങ്കിൽ അങ്ങനെ എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ അടുക്കൽ എത്തും എന്നർത്ഥം. സാഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ജാഅത്ത് എന്ന ക്രിയയിൽ സ്ത്രീലിംഗം ഉപയോഗിച്ചു. ജാഅത്ത് ഹോം, അവരുടെ അടുക്കലെത്തി. അസ്സാഅത്തു, അന്ത്യനാൾ. ബഗ്തതൻ, കൊടുന്തനവേ, പെട്ടെന്ന്, നിലച്ചിരിക്കാത്ത സമയത്ത്. തപ്പെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ പെട്ടെന്ന് നിലച്ചിരിക്കാത്ത സമയത്ത്. ബഗ്തതൻ, പെട്ടെന്ന് തന്നെ. സാഅത്ത്, അന്ത്യനാൾ,
അസ്സാ എന്ന് പറഞ്ഞാൽ അസ്സാ എന്ന് ഖുർആൻ ഉദ്ദേശിക്കുന്നത് ആ നിർണിതമായ മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ നിർണിതമായ സമയം എന്ന് പറഞ്ഞാൽ അന്ത്യനാള്. അത് അവരൊരിക്കൽ എത്തുമ്പോൾ കാലു അവർ പറയും എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് തന്നെ ഇവിടെ എന്താണ് സംഭവം സംഭവിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നീതു കാലു. അപ്പൊ അത് മാള് കേൾക്കണത് ജാഅത്ഹും അവരുടെ അടുക്കൽ എത്തി എന്നല്ലേ, എത്തും എന്നല്ല, എത്തി എന്നാ പറയും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ജാഅത്തും മുസ്താഅത്തും അവരുടെ അടുക്കൽ അന്ത്യനാൾ എത്തുമ്പോൾ അവർ പറയും എന്ന് നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ പറയാൻ പറ്റൂ. ഇതാണ് അറബി ഭാഷ ഖുർആൻ അവതരിക്കാൻ അറബി ഭാഷ തന്നെ തിരഞ്ഞെടുക്കാനുള്ള പല കാരണങ്ങളിലൊന്നും. ഇതേ ശൈലിയുള്ള പ്രയോഗങ്ങളൊക്കെ അറബി ഭാഷയിൽ നടക്കുള്ളൂ. കാലു അവർ പറയും യാ ഹസ്രത്തന, ഹാ കഷ്ടം എന്നാണ്. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഹസ്രത്ത് ഖേദം. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഖേദം, ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടം. ഹസിറ നഷ്ടപ്പെട്ടു. ഹസ്രത്ത് എന്ന് പറയുമ്പം ഖേദം എന്ന് പറഞ്ഞാൽ യാ ഹസ്രത്തന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയതിൽ എത്ര 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 പരിതാപകരമാണ്, എത്ര ഖേദകരമാണ് എന്ന പ്രയോഗമാണ് യാ ഹസ്രത്തന. അപ്പൊ അത് ഏകവചനമാണെങ്കിൽ യാ ഹസ്രത്തി. അത് മറിഞ്ഞ ആളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹസ്രത്തഹു എന്ന് പറയും. യാ ഹസ്രത്തന എന്തുകൊണ്ട് ഖേദകരമാണെന്ന്, അല്ലെങ്കിൽ പിന്നെ കഷ്ടമാണ്. അലാമ ഫറത്തന, ഫറത്ത് എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തി. നമ്മളെ വീഴ്ച വരുത്തിയത് കാരണം, കെയർലെസ് ആയത് കാരണം, നമ്മളുടെ കെയർലെസ് കാരണം നമുക്ക് എത്ര കഷ്ടം, വളരെ കഷ്ടകരമായി പോയി. നമ്മൾ കെയർലെസ് ആയത് കഷ്ടമായി പോയി. അലാമ ഫറത്തന ഫിഹ, ഏതൊരു കാര്യത്തിലാണോ ഞങ്ങൾ വീഴ്ച വരുത്തിയത് അത് കാരണം നമുക്ക് നഷ്ടം, നമുക്ക് കഷ്ടം. പിന്നെ എന്ത് ചെയ്യുന്നു, വഹും എന്ന് പറഞ്ഞാൽ ആസ് ദേ, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഹാല് പറയുകയാണ്. ഏതവസ്ഥയിലാണ് അവർ കഷ്ടമാണോ എന്ന് വിലപിക്കുന്നത്. ആലുയ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ അവർ കഷ്ടമാണ് നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു എന്നർത്ഥം. അലമ ഫറത്തിന ഫിഹ വഹും യഹ്മിലൂന, അവരെന്താ കൊണ്ടുവരുന്നത്, യഹ്മിലൂന ചുമന്നു കൊണ്ടുവരികയാണ്. ഹമല വഹിച്ചു, ചുമന്നു. യഹ്മിലൂന ഔസാറഹും, വിസിർ ഭാരം, അവരുടെ ഭാരം ചുമന്നുകൊണ്ടുവരികയാണ്. ഭാരം വിസിറിന്റെ ബഹുവചനമാണ് ഔസാർ. വിസിറിന് ഔസാർ. അവരുടെ ഭാരം, അവരുടെ എന്ത് ഭാരമാണ്, അവർ ചെയ്ത പാപത്തിന്റെ ഭാരം. ആ പാപം എന്ത് ചെയ്തിരിക്കുകയാണ്, ചുമന്നുകൊണ്ടാണ് വരുന്നത്. അല്ലെ, ഓരോരുത്തരും എന്തൊക്കെയാണോ അന്യന്റെ വസ്തുക്കൾ അപഹരിച്ചെടുത്തുള്ള അതെല്ലാം ചുമന്നുകൊണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ അവന്റെ അമലിങ്ങനെ അവന്റെ പ്രവർത്തനങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്താണ്, അത് വേറൊരു ലോകമാണ്. ആ ലോകത്ത് വരുമ്പോ എന്താണ്, നമുക്കറിയാം ആൽവസിന് യോമേദിന് ഹക്ക് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് സത്യത്തിന് മാത്രമേ മൂല്യം ഉണ്ടാവുകയുള്ളൂ, വസിനുണ്ടാവും, തൂക്കം ഉണ്ടാവും. ഇവിടെ എന്താണ്, ഇവിടെ പ്രവർത്തികളുടെ ഭാരം കാരണമായി അവൻ എന്ത് ചെയ്യും, കുനിഞ്ഞിട്ടാണ് വരിക. ഔസാറഹും അലാ ലുഹൂരിഹിം, അവരുടെ മുതുകൽ, മുതുക് ലഹൂർ അലാ ലുഹൂരിഹിം, അവരുടെ മുതുകിന്റെ മുകളിൽ ചുമന്നുകൊണ്ടാണ് വരുന്നത്. യഹ്മിലൂന ഔസാറഹും അലാ ലുഹൂരിഹിം. അല അറിഞ്ഞുകൊള്ളുക. അല ഹംസും ലാമും അലിഫും. അല എന്ന ഒറ്റ വാക്കാണ്. അല എന്ന ഒറ്റ വാക്കാണ്. ഹംസ് വേറെ, ലാ വേറെ അല്ല, അയിനുമല്ല. ആ ലാ എന്ന് പറഞ്ഞാൽ ആ ആണോ, ലാ അല്ല. അല അത് വേറെ പ്രയോഗമാണ്. അഫല അല വരുന്നിടത്ത് ഇടയിൽ ഫായൊക്കെ ചേർത്തിട്ടാണ് വരിക. ഇവിടെ എന്താണ്, ഹംസും ലായും കൂടെ ഒറ്റ വാക്കാണ്. അല അറിയുക. സാഅമായിസിറൂൻ, ഞാമ ബിഅസ ഉപയോഗിക്കുന്ന പോലെയാണ്. സാഅ മോശമായിരിക്കുന്നു. മാ യസിറൂൻ, വസറ യസിറു. ഔസാർ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ക്രിയാരൂപമാണ് വസറ യസിറു, ഭാരം ചുമക്കുന്നു. മാ യസിറൂൻ, അവർ ചുവന്നു കൊണ്ടുവരുന്ന ഭാരം, അവർ ഭാരം ചുമക്കുന്നത് എത്ര മോശമാണ്. സാഅമായിസിറൂൻ, അവർ നല്ല കാര്യങ്ങളല്ല ചുമന്നുകൊണ്ട് വരുന്നത്. അവര് സ്വാലിഹാത്ത് ചുമന്നുകൊണ്ട് വരികയാണെങ്കിൽ അവർ ഭാരമാണ് വരുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മറിച്ച് എന്താണ്,
സാഅമായിസിറൂൻ, മോശമായ കാര്യങ്ങളാണ് ചുമന്നുകൊണ്ട് വരുന്നത്. മറ്റവന്റെ പരദോഷം ചെയ്തത്, അവനെ കളവാക്കിയത്, സത്യത്തെ കളവാക്കിയത്, പ്രവാചകന്മാരെ വധിച്ചത്, പ്രവാചകനെ അവഹേളിച്ചത്, പ്രവാചകന്റെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കിയത്, അങ്ങനെ സത്യപ്രബോധകരെ അവഹേളിച്ചത്, പ്രബോധകരെ കളിയാക്കിയത്, പ്രബോധകരെ കളവാക്കിയത്, അവരെ വാദത്തിനെതിരിൽ അസത്യവാദങ്ങൾ ഉന്നയിച്ചത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ എന്താണ്? ഇതെല്ലാം ആകുന്ന അവശിഷ്ടങ്ങൾ, അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്ന വേസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ചുമലിൽ ചുമന്നുകൊണ്ട് വരുന്നത്. സാഅമായിസിറൂൻ, അവർ വഹിച്ചു കൊണ്ടുവരുന്നത് എത്ര മോശമാണ്. അമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഇബുൻ വലഹ്. പിന്നെ പറയുകയാണ്, ഈ ലോകം എന്ന് പറയുന്നത് അതൊരു പ്രസ്താവനയാണ്. അമൽ ഹയാത്തു ദുനിയ, ഈ ലോക ജീവിതം, ഇല്ലാ ലഇബുൻ വലഹു, ഇതൊരു കളിയും തമാശയും. ഇതൊരു കളിയും തമാശയുമാണെന്ന് പറയുന്നത് പല രീതിയിൽ വളരെ വിശാലമായിട്ട് എടുക്കേണ്ട സംഭവമാണ്. ഇത് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പലതും ഒരു കളി പോലെയാണ്, ഒരു നാടകത്തിന്റെ അഭിനയിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ ഇവിടെ രാജാവായിരിക്കും, ചിലപ്പോ വലിയ നേതാവായിരിക്കും, ചിലപ്പോൾ മന്ത്രി ആയിരിക്കും, ചിലപ്പം പ്രധാനമന്ത്രി ആയിരിക്കും, ചിലപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും. ഇതൊക്കെ എന്താണ്? ഒരു അഭിനയം മാത്രമാണ്. അതേപോലെ ഇവിടെ നടക്കുന്ന പല സംഗതികളും ലഇബുൻ ലഹ്വുമാണ്. ഒരുപാട് തമാശകളും ടൈം പാസുകളും സംഗതികളൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്താണ്? അതെല്ലാം അങ്ങ് കഴിഞ്ഞു പോകും. സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ലദ്ദാറുൽ ആഖിറത്ത്, അദ്ദാറുൽ ആഖിറത്ത്, തീർച്ചയായും പരലോക ജീവിതം എന്ന് ദാർ എന്ന് പറഞ്ഞ വീട്, പരലോക ഭവനം എന്ന് പറയുന്നത് ഖൈർ, അതാണ് ഉത്തമമായത്. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരലോക ജീവിതത്തെ വീടിന് വേണ്ടിയുള്ള എന്തെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇവിടുത്തെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനം. ബാക്കിയെല്ലാം എന്താണ്? വേസ്റ്റാണ്, അതെല്ലാം പോയി, കളിയും തമാശയും പോലെ ടൈം പാസ് മാത്രമാണ്. ആ ദാറുൽ ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുന്നു. അപ്പൊ ഈ രണ്ടും കൂടെ നമ്മൾ മെർജ് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയത്. ദാറുൽ ആഖിറത്താണ് ഹൈറായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത്. ആ ദാറുൽ ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും പണി, ആ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ നല്ല പ്രവർത്തിച്ചില്ലെങ്കിൽ മാത്രമേ അവിടെ എന്താവുള്ളൂ, അവിടെ ആ ലൈറ്റും പ്രകാശവും അതേപോലത്തെ വൈഡൂര്യവും രത്നവും ഒക്കെ കൊണ്ടുള്ള അലങ്കൃതമായ ഓരോന്നും അവിടെയുള്ള വീടിനെ അലങ്കൃതമാക്കണമെങ്കിൽ ഇവിടെ അതിനു വേണ്ടിയുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കണം. ഇവിടെ നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ചെല്ലുമ്പോൾ ആ പ്രകാശവും രത്നവും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയുള്ളൂ, സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതെ, ദാറുൽ ആഖിറത്ത് ഖൈർ ലില്ലദീന യത്തഖൂൻ, അവ ആർക്കാണ്? സൂക്ഷിച്ച് ജീവിക്കുന്നവർ. ഇവിടെ മുള്ളുണ്ടാകും, ചെളിയുണ്ടാകും, വൃത്തികേടുണ്ടാകും. ആ വൃത്തികേടിലും ചെളിയിലുമൊക്കെ സൂക്ഷിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്ക് അതൊന്നും നമ്മളിലേക്ക് പതിക്കാതെ, നമ്മിലേക്ക് ഏൽക്കാതെ, നമ്മുടെ ജീവിതത്തിലേക്ക് അഫക്റ്റ് ചെയ്യാതെ ജീവിക്കുന്നവർ, അതിലേക്ക് ബാധിക്കാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചോളം അവിടെ ഖൈർ ദാർ അവിടെ ഉണ്ടാവും. അഫല തഅഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ഈ അഫല ചേർന്ന് വരുന്ന സംഗതിയൊക്കെ നമ്മൾ ഒന്ന് കണ്ടെത്തണം കേട്ടോ. അഫല എന്ന് ചേർന്ന് വരുന്ന സംഗതി, നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് വരുന്നില്ലേ? അഫല തഅഖിലൂൻ എന്ന് പറഞ്ഞാൽ, അഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഗ്രാഹ്യം. എന്നിട്ടെന്ത് ചെയ്യണം? അഫല വരുന്നിടത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. ബുദ്ധിയും ഗ്രാഹ്യവും അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബുദ്ധിയില്ലാത്ത ആൾ എന്താണ്? ഭ്രാന്തനാണ്, അല്ലേ? ബുദ്ധിസ്ഥിരതയില്ലാത്ത ആള് നമ്മൾ എന്ത് പറയും? ഭ്രാന്തൻ എന്ന് പറയും. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നത് ഇതാണ്, അജുനിൻതും ഫലാ തഅഖിലൂൻ. ഇതാണ് അതിന് തഫ്സീർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഭ്രാന്തന്മാരായിട്ടുണ്ടോ, അതിനാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓരോന്നും നമ്മൾ അഫല ചേർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെയും ശേഷം വരുന്നതിന്റെ ഓപ്പോസിറ്റ് എടുത്ത് നിങ്ങൾ അങ്ങനെയാണോ, അതിനാലാണോ ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കണം. അഫല തഅഖിലൂൻ. അപ്പൊ ആ ലിസ്റ്റിങ്ങനെ എടുത്തിട്ട് അഫല വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെർച്ച് ചെയ്താൽ അഫല ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അഫല തഅഖിലൂൻ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറ്റുമോ നോക്കുക. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക. ഖദ് നഅലമു, തീർച്ചയായും നമുക്കറിയാം. ഇന്നഹു ലയഹ്സുനുക, ഇന്നഹു എന്തെന്നാൽ, തീർച്ചയായും, ഇന്ന കാരണത്താൽ, ഇന്നഹു ലയഹ്സുനുക, താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട്?
ഹസുന യഹ്സുനു, ദുഃഖിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. യഹ്സുനുക, താങ്കളെ ദുഃഖിപ്പിക്കുന്നു. എന്താണ് ദുഃഖിപ്പിക്കുന്നത്? ഞാൻ വേറൊരു ഡിവൈസിൽ കയറാം കേട്ടോ. ഞാൻ വേറെ ഡിവൈസിൽ കയറാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ എന്ത് ചെയ്യണം? തിരിച്ച് ഹോസ്റ്റ് ആക്കണം.